അപ്പോൾ ഇന്നുണ്ടല്ലേ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കണം. കുറേ നാളായി നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കുത്തിയിരുന്നപ്പോഴല്ല വല്ലാത്ത ആഗ്രഹം, നല്ല വറ്റേനെ ഇങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ മസാലയൊക്കെ പെരട്ടി അങ്ങനെ വറുത്ത് വാഴയിലെ പൊള്ളിച്ചടിക്കാനുള്ള ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഞാനും റോഷനും കൂടി ആഗ്രഹം അങ്ങനെ മനസ്സിൽ കയറിയാൽ പിന്നെ നമ്മൾ വെച്ചിട്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ തന്നെ ആഗ്രഹം അങ്ങനെ തീർത്തേ പറ്റും. അപ്പോൾ നമ്മുടെ സ്ഥിരം സ്പോട്ട് കൂടെ റോഷൻ പിന്നെ 2-3 പേരൊക്കെ കൂടി കാണും. കാര്യം വറ്റ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ആൾക്കാരൊക്കെ കൂടി വട്ടത്തിൽ ഇങ്ങനെ പറന്ന് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിരം സ്പോട്ട് കേട്ടോ. കുറേ നാളായി ഞാനുണ്ടല്ലോ ഈ സ്പോട്ടിലായിട്ടൊക്കെ നമ്മൾ എടുക്കാൻ പറന്ന് വരുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസമൊക്കെ ഉണ്ട്, ഭയങ്കര വെയിലാണ്. അപ്പോൾ ഈ ഒരു മുഖംമൂടി എടുത്ത് തന്നെ ഇടണം. റോഷൻ ഓൾറെഡി മുഖംമൂടിയൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ വറ്റയും പിടിച്ചിട്ട് വീട്ടിലായിട്ട് ചെന്ന് കഴിയാൻ വേണ്ടല്ലോ, ആളുകൾ വീട്ടുകാർ വറ്റ മേടിക്കും. എന്നിട്ട് മിക്കവാറും നമുക്ക് പൈസ തരാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേടാ? ആ പൈസ തന്നിട്ട് ചേട്ടാ നാളെയും വറ്റ കൊണ്ടുവന്നെന്ന് പറയും. എടാ നീയൊക്കെ ഉണ്ടാ ഇവിടെ? ഇവനെയൊക്കെ കണ്ടിട്ട് നാള് കുറേ അല്ലേടാ? എടാ വേണ്ട വേണ്ട, സ്നേഹം മതി. അവിടെ ഇച്ചിരി ദൂരെ നിന്നുള്ള സ്നേഹം മതി. നമ്മൾ മാടത്തിലാണ് ചൂണ്ടയൊക്കെ വെച്ചേക്കണത് കണ്ടല്ലേ. നമുക്കിവിടെ സ്റ്റോറേജിൽ സെറ്റപ്പൊക്കെ ഉണ്ട്. എടാ 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 തുടരുത് പോയിക്കോ. അമ്മൂ ഇപ്പുണ്ട്. ഇവർ കൂട്ടായടാ ഇപ്പം കമ്പനിക്കാരായി. ഈ പൊയ്ക്കോ പിന്നെ തരാം. ഞാൻ ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ല. ഇവളും രക്ഷയില്ലല്ലോ. അപ്പോൾ വിട്ടോ ഭയങ്കര സ്നേഹം ഉണ്ടാവും ഇവന്മാർ. നമ്മളൊക്കെ വല്ലപ്പോഴൊക്കെ കാണുന്നുള്ളൂ. എത്ര നാളായി എന്നിട്ടും കണ്ട. അതാണ് ഈ പട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഫുഡ് കൊടുത്താൽ മതി. എടാ പോടാ. അവിടെ ചെന്ന് വറ്റയുടെ വായിലോട്ട് കയറാം. ഇതിനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമല്ലോ. അവിടെ വറ്റ മുഖം മിക്കവാറും തരും കേട്ടോ. ഇവന്മാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മീനും കിട്ടാൻ ചാൻസ് ഇല്ല. അമ്മാതിരി അലവലാതി സാധനങ്ങളാണ് ഇവന്മാർ. മീൻ കൂരിയാണെന്ന് തോന്നുന്നു. കൂരി കണ്ടിട്ട് കൂരിയുടെ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഇവിടെ ഈ കൂരിയും ഇത് മാത്രമാണോ ഞാൻ പിടിക്കാൻ പറയുന്നത്? ഒരു പണി അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഞാൻ ആദ്യം എടുക്കണം. ഇതിൻ്റെ അടിയിലെടുത്ത് അടിയാലേ ഇപ്പോൾ കറക്റ്റാണ്. ഓക്കെ ഓ ഇത് സാധനം സൈസാണ് കേട്ടാ. പിന്നെ ഇതിൻ്റെ വയറ്റിൽ കിടക്കണുണ്ടല്ലോ. ഞാൻ ചൂണ്ടയിട്ട ഒരു 10 ചെമ്പിനാണ് ഇതിൻ്റെ വയറ്റിൽ കിടക്കണത്. ഇതൊന്ന് ഓപ്പറേഷൻ ചെയ്ത് ഞാൻ എടുക്കും. ആണെങ്കിൽ തന്നെ ശരിയാ പറ്റേ. മറ്റല്ല ഇത് മറ്റേ സാധനം കീച്ചാനാ. ഇതെന്തെന്നാണ് ഇത്? പക്ഷേ വലിപ്പമുള്ള കീച്ചാനാണെങ്കിൽ എനിക്ക് പറ്റവാ. ശോ അതിനെ കാണിക്കണമെന്ന് തന്നെ നാണക്കേടാണല്ലേ ഈ സാധനത്തിന്. ഉദ്ദേശിച്ചത് മുളക് പൊടി പുരട്ടാൻ പറ്റിയല്ല മച്ചാന്മാര്. ഇതിനകത്ത് മഞ്ഞപ്പൊടി മാത്രമേ പുരട്ടാൻ പറ്റുള്ളൂ. അയ്യോ നമ്മളുണ്ടല്ലോ, നമ്മൾ മറ്റേ മഞ്ഞൾ പുരട്ടാനുള്ള സാധനത്തിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. എടാ അരിയിലോട്ട് പോലെടാ. ഞാൻ ഇറങ്ങിയെടുക്കും. അല്ല ഞാൻ ഇറങ്ങിയെടുക്കും. മഞ്ഞൾ വെട്ടാൻ പറ്റിയല്ല. ചെറുതാടാ, കളയണില്ല. ഞാനല്ല ഞാൻ ഇങ്ങനെ വാ. കുറച്ച് മഞ്ഞളൊക്കെ പെരട്ടാം. മഞ്ഞൾ പെരട്ടാം. ജസ്റ്റ് മിസ്സാണ് കേട്ടല്ലേ. ഒക്കെ ജസ്റ്റിലായിരുന്നു കേട്ടാ. ഇവൻ്റെ നമ്മൾ ചെറുതിനെ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ചെറുതിന് വലുത് ഇച്ചിരി വലുതായിട്ടുണ്ട്. ഇനി അടുത്ത മഞ്ഞളും മുളകും കൂടി ഇപ്പം മഞ്ഞൾ പുരട്ടാം. മഞ്ഞളും മുളകും കൂടി ഒരുമിച്ച് പുരട്ടാൻ പറ്റിയ സാധനം പിടിക്കാടുത്തത്. അല്ല താഴേക്ക് ഇട്ടോട്ടെ അങ്ങോട്ട്. അപ്പോൾ സൈസ് ഇല്ലല്ലോ. ഇത്രയേ ഉള്ളല്ലോ. കുഴപ്പമില്ല, എനിക്ക് വറുക്കാനുള്ളതുണ്ട്. ഇടട്ടാ. കുറേ നാളെ ഈ മീനെയൊക്കെ പിടിച്ചിട്ട്. ചെറിയ ചെമ്പല്ലിയാണെന്നേ. അല്ല വറ്റയാണോ? ചെമ്പല്ലിയേ ഉള്ളു. കുത്ത് കണ്ടിട്ട് ചെമ്പല്ല വറ്റ വലുതായിക്കൊണ്ടിരിക്കണേ. അല്ല ഞാൻ ഇന്ന് പറഞ്ഞതാണ് കേട്ടാ. ചെറുതിന്ന് തുടങ്ങി നമ്മൾ വലുതായി. ഇതിപ്പോൾ ശരിക്കും ഇത് സാധനം മാറടാ. ശരിക്കും ഇപ്പത്തെ മുളക് പുരട്ടാൻ പരുവത്തിലുള്ള ഒരെണ്ണത്തിനൊന്നും നമ്മൾ പിടിച്ചു കേട്ടാ സംഭവം. അങ്ങനെ ദൈവമേ എത്ര നേരമായി. ശരിക്കും ഇനിയിപ്പം കിട്ടുമെന്ന് തോന്നുന്നില്ല. അവസാനത്തെ അവനായിരുന്നു വേലിയേറ്റം തീർന്ന്. നമ്മൾ ആ വേലിയേറ്റം നോക്കിയാണ് വന്നതല്ല. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഇന്ന്. വേണ്ടേ
ഈ കരയണ മീനുകളുടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കുഞ്ഞുഞ്ഞേട്ടനൊരു ഒരു കാര്യം കേട്ടോ. കുഞ്ഞുഞ്ഞേൻ നമ്മുടെ പോലീസുകാരൻ കുഞ്ഞുഞ്ഞേൻ ഇപ്പുറത്തേപ്പുണ്ട്. കുഞ്ഞുഞ്ഞേട്ടാ, ഈ കരയണ മീൻ ഇത് എവിടെ കൂടിയാ സൗണ്ട് ഉണ്ടാക്കണ? ശാസ്ത്രീയ സംഗീതം അതല്ല, ഇത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാവാ, ഇതേപോലെ കരയണ മീനാണ് നമ്മുടെ മറ്റേ സാധനമില്ലേ, കോര മീനുകൾ, കട്ടില. അപ്പൊ അത് കോരയിൽ പെട്ടതാണ്. അപ്പൊ ഈ ഇവന്മാര് അതിലെ ആൺ മത്സ്യങ്ങൾ മാത്രമേ ഇവന്മാര് കട്ടിലയില് സൗണ്ട് ഉണ്ടാക്കുള്ളൂ. പക്ഷെ കട്ടിലയുടെ സിംബ്ലാഡറിന് ഭയങ്കര വിലയാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. 1000 അതിലും മേലാണ് അതിന്റെ പ്രൈസ് വരുന്നത്. അപ്പം ആൺ മത്സ്യങ്ങൾ സൗണ്ട് ഉണ്ടാക്കണത് ഈ സിംബ്ലാഡർ വെച്ചിട്ട് അതിന്റെ ടെക്സ്ചറൊക്കെ വ്യത്യാസമുള്ളത് കൊണ്ടിട്ട് ആണ് ആൺമത്സ്യങ്ങളുടെ ഈ സിംബ്ലാഡറിന് ഭയങ്കര വില. അപ്പോൾ ഇവനും സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സിംബ്ലാഡർ എടുക്കണ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വറ്റയുടെ സിംബ്ലാഡറിന് വില ഉണ്ടാകുന്നൊന്ന് പറഞ്ഞേക്കണേ. എന്താണെന്നറിയാമോ, വറ്റ പിടിച്ച് കഴിയുമ്പോൾ വറ്റ കിട്ടണമല്ലോ. അപ്പോൾ ബ്ലാഡർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. അപ്പോൾ എടാ ഓടിക്കോ, അവൻ്റെ ഒരുത്തനെ താഴേൽ ഞാൻ മുളക് വരട്ടാൻ നോക്കി നിൽക്കാൻ, അവിടെ ഒരുത്തി ഞാൻ താഴെ ഇടുന്നത് നോക്കി നിൽക്കാൻ. അപ്പോൾ ഞാനിത് ഇതായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ കട്ടിലൊക്കെ ഭയങ്കര പ്രൈസാ. ഒരുവിധപ്പെട്ട കുറേ അധികം മീനുകളുടെ മറ്റേ സിംബ്ലാഡർ എന്ന് പറഞ്ഞ സാധനം എക്സ്പോർട്ട് ചെയ്യാനുണ്ട്. നമ്മളെ മീൻ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരത് കാളാഞ്ചിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് അതിനെ വിൽപ്പന വീണ്ടും നമുക്ക് കട്ട് ചെയ്ത് തരുമ്പോൾ അവരത് എടുത്ത് മാറ്റും. അപ്പം അതല്ലാണ്ട് ഈ കട്ട്ല എന്ന് പറഞ്ഞ മീനൊക്കെയാണ് കൊടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 2 കിലോയുള്ള ആൺമത്സ്യം ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു 8,000-9,000 രൂപ ഒക്കെ വിലയുണ്ട്. ഈ കൊണ്ടിയെല്ലുന്നവർക്കുണ്ട്. അപ്പം ബ്ലാഡറിൻ്റെ വില എന്തായിരിക്കും എന്നറിയാവോ? അപ്പോൾ ഈ ബ്ലാഡർ എന്ന് പറയുന്ന സാധനം നേരത്തെ പറഞ്ഞിട്ടിരുന്ന വെച്ചത് എന്താണെന്നറിയാവോ, നമ്മുടെ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കണ്ടന്റാണ്, എന്നാലും നിങ്ങളൊരു അറിവിന് വേണ്ടി പറയുന്നതാണ്. അപ്പം നേരത്തെ അത് മറ്റേ ഓപ്പറേഷൻ സർജറിക്ക് നൂലെടുക്കാനൊക്കെയാണ്. അതല്ലല്ലോ, കോസ്മെറ്റിക് അല്ല. ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണങ്ങളിൽ ഒന്നാണ് സിംബ്ലാഡർ. അത് വെച്ചിട്ട് വളരെ, അതിൻ്റെ പേര് എൻ്റെ നാക്കൊന്നും പറ്റുന്നുണ്ട്, ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. അതിന് വേണ്ടിയിട്ടാണിത് ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം മീനിൻ്റെ ഏറ്റവും ഗുണങ്ങളുള്ള ഒരു സാധനവും കൂടിയാണ് സിംബ്ലാഡർ. നമ്മളെന്താ ചെയ്യണത്, സിംബ്ലാഡർ വലിച്ച് ദൂരെ പറിച്ച് കളഞ്ഞിട്ട് അത് നമ്മൾ പറിച്ച് ദൂരെ കളഞ്ഞിട്ട് കറി വെച്ച് ചെയ്യണത്. പക്ഷേ ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ്, ഭയങ്കര കോസ്റ്റ്ലിയുമാണ്. അപ്പം സിംബ്ലാഡർ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യണത് 1 കിലോയ്ക്ക് 6 ലക്ഷമോ 4 to 5 ലക്ഷം രൂപക്കാണ് അതിൻ്റെ റോ മെറ്റീരിയലായിട്ട് ഇവിടെ നിന്ന് പോണത്. അത്രയും വരെ ഞാൻ സെർച്ച് ചെയ്തു. പക്ഷേ സിംബ്ലാഡർ കിട്ടാത്തതുകൊണ്ട് ഞാൻ ബിസിനസ് ഉപേക്ഷിച്ചു. ഈ മീനിൻ്റെ ബ്ലാഡറിന് വില കിട്ടുമോ ഇല്ല എന്നുള്ളതൊന്ന് അന്വേഷിച്ച് പറയണേ. എന്നിട്ട് വേണം ഇതിനെ കൊണ്ട് വരട്ടെ, മുളക് വരട്ടി അടിക്കാം. നമ്മുടെ ചൂണ്ടയിടൽ അവസാനിച്ച് മച്ചാന്മാരെ. ചെറുത് തുടങ്ങി നമ്മൾ. കുറച്ച് മീൻ കുറവാണെന്ന് തോന്നുന്നത്. ഇനിയുണ്ടല്ലോ, ഇതാണ് നമുക്ക് അവന് കൂടുതൽ കയറാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നട്ടാ. അല്ലേ, എങ്ങനെയുണ്ട്? ഇനിയുണ്ടല്ലേ കറക്റ്റായിട്ട് കൂടുതലായിട്ട് കയറട്ടെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തോട്ടാ. ഇനി ഇവനെ കൊണ്ട് ഉപ്പും മുളകൊക്കെ വെച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് നല്ല വാഴയിൽ പൊള്ളിച്ചിട്ട് അങ്ങോട്ട് ഒരു അടിയുണ്ട് മച്ചാന്മാരെ. മുസ്കമോൻ വേണ്ടേ? ഇനി പോണ വഴിക്ക് ഞാൻ ചൂണ്ടിടാൻ വരുമ്പോൾ എന്നെ കളിയാക്കണ ഒരുത്തനുണ്ട്. ഞാൻ എപ്പോൾ വന്നാലും ആ കൂടെയുള്ളവർക്ക് കൂടി മീൻ കിട്ടിയാലെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിടണത്. ഇത് അവനെ കൂടി കാണിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകണുള്ളൂ. വാ.